ഈ വളയ്ക്കുകയേ ചെയ്യാവൂ, ഒടിക്കരുതെന്ന് പണ്ടുള്ളവർ പറയുന്നത് ചുമ്മാതെയല്ല, അതിൽ കാര്യമുണ്ട്. ഇപ്പോഴിത് പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾ സംശയിക്കും അല്ലേ? എന്നാ കേട്ടോളൂ. പോലീസ് ഉദ്യോഗസ്ഥനെ സമൂഹ മാധ്യമത്തിലൂടെ ഭീഷണിപ്പെടുത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ ജഷീർ പള്ളിവയലിനെതിരെ കൽപ്പറ്റ ഇൻസ്പെക്ടർ KJ വിനോയ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. കഴിഞ്ഞ ശനിയാഴ്ച യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ജഷീർ പള്ളിവയലിന് ക്രൂരമായി മർദ്ദനമേറ്റിരുന്നു. ഇതിന് പിന്നാലെയാണ് വിനോയിയുടെ ചിത്രവും ദൈവം ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ മോനെ വിനോയ്, KJ തന്നെ വിടത്തില്ലെന്ന കുറിപ്പും സമൂഹ മാധ്യമങ്ങളിൽ ജഷീർ പങ്കുവച്ചത്. തന്നെ ഭീഷണിപ്പെടുത്തിയ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പോസ്റ്റ് പങ്കുവച്ചതെന്ന് SI പരാതിയിൽ പറയുന്നു. കൽപ്പറ്റ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ശനിയാഴ്ച കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. പോലീസ് ലാത്തിചാർജിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. ഗ്രനേഡ് ഉൾപ്പെടെ പോലീസ് പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ അമൽ ജോയി, ജഷീർ എന്നിവരെയാണ് പോലീസ് വളഞ്ഞിട്ട് മർദ്ദിച്ചത്. മർദ്ദനത്തിൽ 50ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മർദ്ദനത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ പിന്നീട് DYSP ഓഫീസ് മാർച്ച് നടത്തി. പോലീസിനെ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ ചെന്നാൽ അവർ വിടുമോ? സമരം ചെയ്തു, അതിന് പോലീസുകാരുടെ മേക്കിട്ട് കയറുന്നതിനാ? അത് സംസ്ഥാന സെക്രട്ടറി അല്ല, അഖിലേന്ത്യാ സെക്രട്ടറി ആയാലും പോലീസ് വിടില്ല. അവരുടെ മേല് നൊന്താൽ അവർ അടങ്ങിയിരിക്കുമോ? അത് അവരെന്നല്ല ആരായാലും. പിന്നെ അല്ലേ പോലീസ്? പോലീസിനെ ഇങ്ങനെ തെരുവിലിട്ട് ആക്രമിച്ചാൽ അവർക്ക് എങ്ങനെ ജനങ്ങളുടെ കാവലാളാകാൻ സാധിക്കും? അവരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കണം. യൂത്ത് കോൺഗ്രസ്സുകാരുടെ ദേഷ്യം തീർക്കേണ്ടത് പോലീസുകാരോടല്ല, സമരം ചെയ്തത് പോലീസിനോടും ആയിരിക്കരുത്. ഇങ്ങനെ സമരം ചെയ്യാനല്ല മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ചത്. ഗാന്ധിയൻ സമരം ഇതല്ല. നിങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരെങ്കിലും ഇതൊക്കെ അറിഞ്ഞിരിക്കണം.